എൻക്വയറീസ് കുറെ അധികം വരുന്നത് അങ്ങനെയാണ്. ഫാമിലീസ് ആണ് കൂടുതൽ വിളിക്കാറുള്ളത്. നമസ്കാരം. 2-3 ദിവസങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന ഒരു വീഡിയോ, ഒരു അഭിമുഖം ഒരു ലൈംഗിക തൊഴിലാളിയുമായിട്ടുള്ളതാണ്. മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നാണ് എല്ലാവരും അയാളെ വിശേഷിപ്പിക്കുന്നത്. മെയിലോ ഫീമെയിലോ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള വാക്കിന് പകരമായിട്ട് സെക്സ് വർക്കർ എന്നുള്ള വാക്ക് ഉപയോഗിക്കണം എന്നതാണ് ഇപ്പോഴത്തെ ഒരു നിയമം എന്ന് പറയാം. നമ്മുടെ ഇന്ത്യയിൽ ഇതിനു മുമ്പ് ഞാൻ ഈ വിഷയം സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ ഈ സെക്സ് വർക്ക് എന്നുള്ളത് ഇല്ലീഗൽ ഒന്നുമല്ല, നിയമവിധേയമാണ്. അത് നിയമവിരുദ്ധമാകുന്നത് അത് ചില ഘടകങ്ങൾ, നിയമം അനുശാസിക്കുന്ന ചില കാര്യങ്ങൾ പാലിക്കാതെ വരുമ്പോൾ മാത്രമാണ്. അതായത് പ്രായപൂർത്തിയാകാത്ത ആളെ അതിന് നിർബന്ധിക്കുക, പബ്ലിക്കായിട്ട് അത് ചെയ്യുക, അങ്ങനെ കുറച്ച് ഘടകങ്ങളൊക്കെ ഉണ്ട്. അല്ലാത്തിടത്തോളം പണത്തിന് വേണ്ടി സ്വന്തം ശരീരം ഒരാൾ ഉപയോഗിക്കുന്നതിനെ അതൊരു ലൈംഗിക തൊഴിലായിട്ടേ കണക്കാക്കുന്നുള്ളൂ. പണത്തിന് വേണ്ടിയുള്ള മറ്റേതൊരു ജോലിയും പോലെയുള്ള ഒരു തൊഴിലാണ് അതെന്നാണ് നിലവിൽ ഇന്ത്യയിൽ ഉള്ള ഒരു നിയമം പറയുന്നത്. അപ്പോൾ പല ആളുകളുടെയും കമൻറ്റുകളിൽ നിന്ന്, ആ ഇൻ്റർവ്യൂവിന് താഴെ വന്ന കമൻറ്റുകളിൽ നിന്ന് മനസ്സിലായി മെയിൽ സെക്സ് വർക്കേഴ്സ് ഉണ്ട് എന്ന് അറിയാത്ത ആളുകളുണ്ട് എന്ന്, അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളുണ്ട് എന്ന്. സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാരും സെക്സ് വർക്കുകളിൽ ഏർപ്പെടാറുണ്ട്. സ്ത്രീകൾ എന്തിനൊക്കെ വേണ്ടിയാണോ ഇതിന് ഇറങ്ങിത്തിരിക്കുന്നത് അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് പുരുഷന്മാരും ഇറങ്ങിത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനം സാമ്പത്തികം അത് തന്നെയാണ്. പിന്നെ ലൈംഗിക സുഖത്തിന് വേണ്ടി, പല താല്പര്യങ്ങൾക്ക് വേണ്ടി, പലരിലെ താല്പര്യങ്ങൾ അനുഭവിച്ചറിയുന്നതിന് വേണ്ടിയൊക്കെ എങ്കിലും റെയറായിട്ട് ചില ആളുകൾ ഈ മേഖലകൾ തിരഞ്ഞെടുക്കാറുണ്ട്. ഈ പണത്തിനൊപ്പം ഈ ഒരു ലൈംഗിക തൊഴിലാളി മെയിൽ സെക്സ് വർക്കർ പറഞ്ഞതനുസരിച്ച് ഫാമിലികളൊക്കെയാണ് കൂടുതലും ഇയാളെ വിളിക്കാറുള്ളത് എന്ന് പറഞ്ഞു. അതാണ് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. കേരളത്തിലെ ഫാമിലികൾ ഇയാളെ വിളിക്കാറുണ്ട്. 25,000 തൊട്ട് 50,000 വരെ, അല്ലെങ്കിൽ 1,00,000 വരെയൊക്കെ. വലിയ VIP കളൊക്കെ ആണെങ്കിൽ 1,00,000 രൂപ വരെയൊക്കെ ഇയാൾക്ക് കൊടുക്കാറുണ്ട് ഒരു രാത്രിക്ക്. വീഡിയോസ് തരും. ഈ വീഡിയോ വന്നിട്ട് കുറെ വെബ്സൈറ്റിലൊക്കെ ഞങ്ങൾ ഇട്ട് അതിൽ വരുന്ന പേയ്മെന്റ് ആണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഫാമിലികൾ വിളിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സമ്പ്രദായം ഇപ്പോൾ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്? ആരും ഇതൊന്നും അറിയുന്നില്ല. ആരും അറിയാതെ ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. സ്വന്തം ഭാര്യയുടെ തുണി അഴിച്ച് സ്വന്തം ഭാര്യയ്ക്കൊപ്പം ഇരുന്ന് അവളുടെ നഗ്നത മറ്റുള്ള പുരുഷന്മാരെ കാണിച്ച് പണമുണ്ടാക്കി ജീവിക്കുന്ന പുരുഷന്മാർ നമുക്ക് കൺമുന്നിലുണ്ട്, യൂട്യൂബിലുണ്ട്. ഞാൻ ആ ചാനലിൻ്റെ പേര് പറഞ്ഞു തരാത്തത് തപ്പിപ്പിടിച്ച് അവിടെ ചെന്ന് കാണാൻ ചെല്ലും. പിന്നെ യൂട്യൂബിൽ ലൈവുകൾ, നൈറ്റ് ലൈവുകൾ, ഇതും ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. സ്ത്രീകൾ ഒരുപാട് പേർ പ്രത്യേകിച്ച് ഒരു 40 വയസ്സിന് മുകളിലോട്ടുള്ള സ്ത്രീകളൊക്കെയാണ് ഈ പാതിരാത്രി ലൈവുകളുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്, മെമ്പർഷിപ്പ് ലൈവുകൾ. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ മെയിൽ അയച്ചു. അവരൊരു അധ്യാപികയാണ്. അവരുടെ ഭർത്താവ് ചെയ്യുന്ന ജോലി എന്താണെന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് വളരെ വിഷമമുണ്ട്. അത്രയും വളരെ അങ്ങേയറ്റം നമ്മൾ ബഹുമാനിക്കുന്ന ഒരു ജോലി ചെയ്യുന്ന ആളാണ് അവരുടെ ഭർത്താവ്. അയാളിപ്പോൾ ഈ മെമ്പർഷിപ്പ് ലൈവുകൾക്ക് അടിമയാണ്. പാതിരാത്രിയിലിരുന്ന് മെമ്പർഷിപ്പ് ലൈവുകൾ കാണുക, പണം മുടക്കി സ്ത്രീകളുടെ നഗ്നത കാണുക, അതിൽ അവർ ഒരു സംതൃപ്തി കണ്ടെത്തുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ നഗ്നത മറ്റുള്ളവരെ കാണിച്ച്, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ നഗ്നത മറ്റൊരു സ്ത്രീയോ പുരുഷനോ ആസ്വദിക്കുന്നത് കണ്ട് അതിൽ സംതൃപ്തി അടയുക, അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക തുടങ്ങിയ ചിന്തകളിലേക്ക് മലയാളികളുടെ തലച്ചോറ്, മനസ്സ്, ഹൃദയം ഒക്കെ മാറുകയാണ്. ഇതൊക്കെ മുൻപില്ലേ എന്ന് ചോദിച്ചാൽ മുൻപും ഉണ്ടായിരുന്നിരിക്കാം. നമ്മളിതിപ്പോഴാണ് കൃത്യമായിട്ട് അതിൻ്റെ തെളിവുകൾ സഹിതം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നതും ഇത്രയും കൂടുന്നതും ഈ കാലത്താണ്. കാരണം സോഷ്യൽ മീഡിയ അത് ഒരുപാട് എല്ലാ മനുഷ്യരിലേക്കും പെട്ടെന്ന് ഇപ്പോൾ എത്തുന്നത് കൊണ്ട്, എല്ലാവരുടെയും കൈവശം ഉള്ളതുകൊണ്ട് തന്നെ അതിനെ ഏതൊക്കെ രീതിയിൽ ദുരുപയോഗപ്പെടുത്താം, അല്ലെ നമുക്ക് വേണ്ട രീതിയിൽ എങ്ങനെ നമുക്കതിനെ ഉപയോഗിക്കാമെന്ന് ഓരോ മനുഷ്യർക്കും അറിയാം. കൊച്ചു കുഞ്ഞിന് തൊട്ട് വയസ്സായവർക്ക് വരെ അതറിയാം. ഒരു സ്മാർട്ട് ഫോണും അതിലൊരു നെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ ഒരു റൂമിലിരുന്ന് കുറേ നാളുകളൊക്കെ ആഹാരം പോലും ഇല്ലാതെ ആളുകൾ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ജർമ്മനി പോലെയുള്ള രാജ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തി കഴിഞ്ഞു. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും അവിടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ നിലവിൽ നിയമം ഇല്ല. ആ ഒരു രീതിയിലേക്കൊക്കെ നമ്മുടെ നിയമങ്ങളും കർശനമായാൽ മാത്രമേ ഇതിനൊക്കെ തടയിട്ട് അടുത്ത തലമുറയെങ്കിലും ഇതിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ മെയിൽ സെക്സ് വർക്കേഴ്സിനെ കുറിച്ചാണ്. അയാൾ പറഞ്ഞതൊന്നും വിശ്വസിക്കുന്നില്ല. പിന്നെ നിന്നെയൊക്കെ ആരാ വിളിക്കാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഒരുപക്ഷെ നിഷ്കളങ്കരായിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യരുടെ മാറി മാറി വരുന്ന, അല്ലെങ്കിൽ ഒന്നിലൊതുങ്ങാത്ത സെക്ഷുവൽ ഫാൻറ്റസീസ്, അതുതന്നെയാണ് ഒരു പ്രധാന കാരണം. ഈ പണം എന്നതിലുപരി ഒരു സംതൃപ്തി. എപ്പോഴും ആളുകൾ വളരെ കൂളായിട്ട് പറയുന്ന ഇതിനോട് പറയുന്ന ഒരു ഉപമയാണ്, എന്നും ഒരേ ആഹാരം കഴിച്ചാൽ മടുക്കില്ലേ.
ഒരു ചേഞ്ച് ആരാ ഇഷ്ടപ്പെടാത്തത്? മനുഷ്യർ മാറ്റം ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഒരു ചേഞ്ച് വേണം. പക്ഷേ ആ ചേഞ്ച്, അതിൻ്റെ തോത്, ആ ചേഞ്ചിന് വേണ്ടി നമ്മൾ എടുക്കുന്ന റിസ്ക് എത്രത്തോളമാണെന്ന് കൂടി ചിന്തിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഒരാൾക്ക് എങ്ങനെ വേണമെങ്കിലും അവരവരുടെ സന്തോഷം കണ്ടെത്താം. അതിനൊക്കെ സാഹചര്യം ഒരുപാടുള്ള രാജ്യമാണ് ഇന്ത്യ. ഇവിടുത്തെ HIV കേസുകളിൽ ഉണ്ടാകുന്ന വർധനവ് എത്രത്തോളമാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണ്. ഈ HIV ബാധ, അണുബാധ ഉണ്ടാകുന്നതെല്ലാം പരമാവധിയും ഭൂരിഭാഗം പേരിലും ഉണ്ടാകുന്നത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളിലൂടെയാണ്, സ്വവർഗരതിയിലൂടെയാണ്. ആളുകൾ ഒരു നിമിഷത്തെ സന്തോഷത്തിന് വേണ്ടി, ഒരു നിമിഷത്തെ സുഖത്തിനോ സംതൃപ്തിക്കോ വേണ്ടി സ്വന്തം ജീവിതവും ചുറ്റുമുള്ള ആളുകളുടെ ജീവിതവും സമൂഹത്തിൻ്റെ മുഴുവൻ ജീവിതവും ജീവനുമൊക്കെ റിസ്കിലാക്കുകയാണ്. ചിന്തിക്കുന്നില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തയ്യാറാകുന്നില്ല. എന്തിനേയും വളരെ നിസ്സാരമായിട്ട് കാണുകയാണ്. കഴിഞ്ഞ ദിവസം ഹണി ട്രാപ്പിൽ അറസ്റ്റിലായ ആ പെൺകുട്ടി ഒരു ടെൻഷനും ഒരു പരിഭ്രമവും മുഖത്തില്ല. തൻ്റെ ജീവിതം നശിച്ചു എന്നൊരു തോന്നൽ അവൾക്കില്ല. ഇനിയും അവൾക്ക് ജീവിതമുണ്ട്, എങ്ങനെയും എനിക്ക് സമൂഹത്തിൽ ജീവിക്കാം, മറ്റൊരാൾ എന്നെക്കുറിച്ച് എന്ത് ചിന്തിച്ചാലും എനിക്ക് പ്രശ്നമില്ല എന്ന ഒരവസ്ഥയുടെ ടോപ്പ് ഡിഗ്രിയിലാണ് ഭൂരിപക്ഷം പേര് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരാൾ നമ്മളെ എങ്ങനെ നോക്കിയാലും നമുക്ക് പ്രശ്നമില്ല, നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം നമുക്ക് ചെയ്യാം. ആ പെൺകുട്ടി മാധ്യമങ്ങളോട് പറയാണ്, ഫോട്ടോ നന്നായിട്ട് കിട്ടിയില്ലേ, ചിരിച്ചുല്ലസിച്ച് നിൽക്കുകയാണ്. ചെറിയ പ്രായത്തിലെ വലിയൊരു കേസിൽ അകപ്പെട്ടിരിക്കുകയാണ്. നമുക്കൊക്കെ ഒരു നിസാര പ്രശ്നമുണ്ടായാൽ, അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ മുന്നിൽ വെച്ച് അറിയാതെ ഒരു മോശം വാക്ക് നമ്മുടെ വായിൽ നിന്ന് വീണു പോയാൽ പിന്നെ അവരെ നമുക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എങ്ങനെ മുഖത്തേക്ക് നോക്കും? അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്ന കാലഘട്ടമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഫാമിലികൾ, അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലും VIP-കളുടെ ഇടയിൽ മാത്രമുള്ള ഒരു ട്രെൻഡ് അല്ല എന്നാണ് ഈ ഒരു മെയിൽ സെക്സ് വർക്കർ പറയുന്നത്. അതൊക്കെ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി സമീപിക്കേണ്ട വിഷയമാണ്. നമ്മൾ പേടിക്കേണ്ട വിഷയം തന്നെയാണ്. ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ അതിൽ എത്ര പേര് ഉൾപ്പെടും? പല ഫാമിലികൾ ചേർന്നതല്ലേ നമ്മുടെ കേരളം. കേരളത്തിലെ പോലെ തന്നെ പല സംസ്ഥാനങ്ങളിലെ പല ഫാമിലികൾ ചേർന്നതല്ലേ ഇന്ത്യ. അങ്ങനെ പലത് ചേർന്ന് ലോകം ഒന്നൊന്നിനോട് കണക്ട് ചെയ്തിരിക്കുന്നു. ഒരാളുടെ നന്മയും തിന്മയും മോശവും നല്ലതുമെല്ലാം മറ്റൊരാളുടെ ഇതിനോടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. പിന്നെ HIV ഒക്കെ ഉള്ളവരാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് അത് പകർത്താനുള്ള ഒരു ടെൻഡൻസി അവർക്കുണ്ടായിരിക്കും. അത് അവരുടെ സൈക്കോളജി റിലേറ്റഡ് സംഭവമാണ്. അവരെങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിന് നമ്മൾ ഏതെങ്കിലും വിധത്തിൽ നമ്മളതിന് അടിപ്പെട്ട് പോയി കഴിഞ്ഞാൽ ജീവിതം അതോടെ തീർന്നില്ലേ. പിന്നെ പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗമെന്ന് മാത്രം ചിന്തിച്ച് ഈ ഒരു സെക്സ് വർക്കിലേക്ക് ഇറങ്ങുന്നവർ ഒന്നുകൂടി ചിന്തിക്കണം. നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇഷ്ടമുള്ള ആഹാരം കഴിച്ച്, ഇഷ്ടമുള്ള തുണി ഉടുത്ത്, ഇഷ്ടമുള്ള വാഹനം വാങ്ങിച്ച്, ഇഷ്ടമുള്ള വീട് വെച്ച് ഒക്കെ ജീവിക്കാൻ കഴിഞ്ഞേക്കാം. നമുക്ക് ആരോഗ്യമില്ലാതാകുന്നൊരവസ്ഥ വരും. അങ്ങനെ സെക്സ് വർക്കേഴ്സ് ഇവിടെ ഒരുപാട് കൂടുമ്പോൾ ഇവർക്കെല്ലാവർക്കും രോഗം ബാധിച്ച് ഇവരെല്ലാവരെയും ഉൾക്കൊള്ളിക്കേണ്ട ഒരു ഇടം പോലും ചിലപ്പോൾ ഇവിടെ ഇല്ലാതെ വരും. ഇവരുടെയൊക്കെ അവസാന കാലം അല്ലെങ്കിൽ അവസാന നാളുകൾ കേരളത്തിൻ്റെ നിലനിൽപ്പിൻ്റെ മുന്നിൽ തന്നെ ഒരു ചോദ്യചിഹ്നമായിട്ടൊക്കെ മാറുന്ന കാലം വരും. ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിച്ചിരിക്കും. അതിൻ്റെ സാധ്യതകളും കൂടെ ഒക്കെ മുന്നിൽ കാണണം. ഒരാൾ ചിന്തിക്കുന്നത് എനിക്ക് ജീവിക്കണ്ടേ, പണമില്ലാതെ ജീവിക്കാൻ പറ്റില്ല, എന്നെ ആരും സഹായിക്കാനില്ലായിരുന്നു, അപ്പോൾ എൻ്റെ ശരീരം ഞാനതിനൊരു ഉപാധിയാക്കി. നിങ്ങൾ ഒരാളുടെ കാര്യം സംസാരിക്കുമ്പോൾ അതുപോലെ എത്രായിരം പേരാണ് സ്പാകളിലൊക്കെ നടക്കുന്നത് അറിയുന്നില്ലേ, മസാജ് സെൻ്ററുകളിലൊക്കെ നടക്കുന്നത് അറിയുന്നില്ലേ. എല്ലായിടത്തും ഇത് തന്നെ ഒരു പ്രധാന ഘടകമായി മാറുകയാണ്. ചിന്തിക്കണം. ഇപ്പോൾ ആ കുട്ടികൾ വിവാഹം കഴിക്കാൻ പോലും താല്പര്യം കാണിക്കുന്നില്ല. ലിവിങ് ടുഗദറും അതിൻ്റെ കാലവും കഴിയുകയാണ്. ലിവിങ് ടുഗദറിന് പോലും ആഗ്രഹമില്ല. അവരൊക്കെ മണിക്കൂറുകൾക്ക് വേണ്ടി മാത്രം, ഏതാനും മണിക്കൂറുകൾക്ക് വേണ്ടി മാത്രം ഒരു കമ്മിറ്റ്മെൻറ്റ് പരസ്പരം ഉണ്ടാക്കി ആ മണിക്കൂറുകൾക്ക് ശേഷം അവർ രണ്ടാകുകയാണ്. എന്താണ് ഈ ലോകം? എങ്ങോട്ടാണ് ഈ പോക്ക്? നമ്മളെല്ലാവരും ചേരുന്നത് തന്നെയാണ് ലോകം. നമ്മൾ ഒരാൾ മാറാൻ ആഗ്രഹിച്ചാൽ ചിലപ്പോൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് പേരെ മാറ്റാൻ നമുക്ക് സാധിക്കും. ശ്രമിക്കാനെങ്കിലും സാധിക്കും. ചിന്തിക്കാൻ ശ്രമിക്കുക.